ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് നല്ല മട്ടൻ കിട്ടിയേ. അപ്പം ഞാൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. മട്ടൻ കറിയും ചപ്പാത്തിയും അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. അതിനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നന്നായിട്ട് മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്ത് കുക്കറിൽ വേവിക്കാമെന്ന് വിചാരിക്കണം. അതിന് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ നന്നായിട്ട് അതിനകത്ത് യോജിപ്പിച്ചതിന് ശേഷം മട്ടണിൽ നന്നായിട്ട് പുരട്ടി യോജിപ്പിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ അതിനുള്ള ചേരുവകൾ ഞാൻ ശകലം ഒരു പിടി തേങ്ങ അതിൻ്റെ കൂടെ വറുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് മല്ലി, മുളക്, മഞ്ഞൾ, കുറച്ച് ഗരം മസാല, മട്ടൻ മസാലയും കൂടെ ചേർത്ത് അരച്ചെടുത്ത് വെച്ചു, മാറ്റിയെടുത്ത് വെച്ചു. കുറച്ച് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചു. ഒരു 2 ഏലക്കായും ഗ്രാമ്പൂവും ഒരു 2 കഷ്ണം പട്ടയും ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം, ചട്ടിയിൽ മൂപ്പിച്ചതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റി, ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചു വച്ചിരിക്കുന്ന ചേരുവയും കുക്കറിൽ വെന്ത് പാകമായിട്ടിരിക്കുന്ന ആ മട്ടണും കൂടി ഇതിനകത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ചാറ് കുറുകി വറ്റാൻ വേണ്ടി ഞാനെടുത്ത് അടുപ്പത്തേക്ക് മാറ്റി വെച്ച്. എനിക്ക് അടുത്ത അടുപ്പിൽ ഇനി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. 2 കൂടെ പറ്റില്ല, ചപ്പാത്തി കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ മട്ടൺ അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ ചപ്പാത്തി പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയെടുത്തു. ഞാൻ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. മേശപ്പുറത്തേക്ക് കറിയൊക്കെ എടുത്ത് വെച്ച് കുറുകി വെച്ച് നല്ല പാകമായ മട്ടൻ കറി കണ്ടോ, അടിപൊളി. ബൈ. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് മേശപ്പുറത്തൊരു പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പാണ്. നിങ്ങളും ഫുഡ് കഴിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. അങ്ങനെ സ്വാദിഷ്ടമായ മട്ടൻ കറിയും നല്ല ചൂട് ചപ്പാത്തിയും. ഓക്കെ, ഞാൻ വേറൊരു വിഭവമായിട്ട് പിന്നാലെ വരുന്നതാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.